ജെയിൻ ഓസ്റ്റന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് മാൻസിഫീൽഡ് പാർക്ക്. അതിലേക്ക് പോവാം. പബ്ലിഷ്ഡ് ഇൻ 1814, ഒരു നോവൽ ഓഫ് മാനേഴ്സ് ആണ്, സോഷ്യൽ സറ്റയർ ആൻഡ് ഡൊമസ്റ്റിക് ഫിക്ഷൻ. ഏർലി 19th century ആണ് സെറ്റിംഗ്, പ്രൈമർലി അറ്റ് ദ മാൻസിഫീൽഡ് പാർക്ക് എസ്റ്റേറ്റ്. സമ്മറി നോക്കാം. ഫാനി പ്രൈസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. നോവൽ ബിഗിൻ ചെയ്യുന്ന വിത്ത് 3 sisters ഫ്രം ദ വാർഡ് ഫാമിലി മേക്കിംഗ് ഡിഫറെന്റ് മാരേജസ്. എൻ്റെ ഒരാളാണ് മിസ്സസ് പ്രൈസ്. ഷീ മാരീസ് എ പുവർ നേവൽ ഓഫീസർ ആൻഡ് ഹാസ് മെനി ചിൽഡ്രൻ ഫോളോയിങ് ഇൻ ടു ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. ഒരു വെൽതി ആൻഡ് അഫ്ലുവൻറ്റ് ആളെ മാരി ചെയ്തൊരു സിസ്റ്റർ ഉണ്ട്, ലേഡി ബെർട്രാം, ആൻഡ് ഹർ ഹസ്ബൻഡ് സർ തോമസ് ബെർട്രാം ഓഫ് മാൻസിഫീൽഡ് പാർക്ക്. And they decided to adopt one of Mrs. Price's daughters, Fanny Price, to raise in a more privileged environment. ഫാനിക്ക് 10 വയസ്സായി and is shy. Mansfield Park, she is treated as a socially inferior person by most of the Bertram family, except for Edmund Bertram. Edmund had a second son who shows genuine kindness and becomes a confident and moral compass. Mansfield Parkലെ ഫാനിയുടെ ലൈഫിനെ കുറിച്ച് നോക്കാം. ഫാനി grows up under the shadow of her cousins. 4 പേരാണ്. ടോം ബെട്രാം റെക്ലെസ് ആയിട്ടുള്ള മാൻസിഫീൽഡ് ഹെയർ ആണ്. എഡ്മണ്ട് ബെട്രാം ആണ് കൈൻഡ് ആൻഡ് പ്രിൻസിപ്പിൾഡ് ഫ്യൂച്ചർ ക്ലർജിമാൻ. മരിയ ബെട്രാം ബ്യൂട്ടിഫുൾ, പ്രൗഡ് ആൻഡ് അംബീഷ്യസ് ആണ്. ജൂലിയ ബെട്രാം വെയിൻ ആൻഡ് ഈസിലി ഇൻഫ്ലുവൻസ്ഡ്. ഫാനി ഓവർലുക്ക് ചെയ്യപ്പെടുകയാണ് used as a companion or errand girl, but she is highly observant, intelligent and morally grounded. ക്രോഫോർഡ്സിന്റെ അറൈവൽ ആണ്. ഈ സ്റ്റോറിയുടെ പേസ് ചേഞ്ച് ചെയ്യാണ് വിത്ത് അറൈവൽ ഓഫ് fashionable and worldly siblings who brings charm, flirtation and morally relaxed attitude that unsettles the rigid structure of Mansfield Park. രണ്ട് പേരാണ്, ഹെൻറി ആൻഡ് മേരി ക്രോഫോർഡ്. ഹെൻറി മരിയയായിട്ടും ജൂലിയായിട്ടും സൈമൾട്ടേനിയസ്ലി ഫ്ലേർട്ട് ചെയ്യാണ്. മരിയ ഹൂസ് ഓൾറെഡി എൻഗേജ്ഡ് ടു ദ വെൽതി ബട്ട് ഡൾ മിസ്റ്റർ റഷ്വർത്ത്, ആൻഡ് ദിസ് കോസസ് ജെലസി. മേരി ഒരു ബോണ്ട് ഫോം ചെയ്യാണ് വിത്ത് എഡ്മണ്ട്, ബട്ട് മോക്സ് ഹിസ് ഇന്റൻഷൻ ഓഫ് ബിക്കമിങ് എ ക്ലർജിമാൻ. അവരുടെ ചാലോ വ്യൂസിനെ എടുത്ത് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. ഫാനി ഇതെല്ലാം നടക്കുന്ന കാണുന്നുണ്ട്. വാച്ചസ് ഓൾ ദിസ് അൺഫോൾഡ്, ഡീപ്ലി കൺസേൺഡ് അബൌട്ട് ദ ക്രോഫോർഡ്സ് ഇൻഫ്ലുവൻസ്. ദ പ്ലേ സ്കാൻഡൽ. സർ തോമസ് ഒരിക്കൽ വേറെ സ്ഥലത്ത് പോയപ്പോൾ ദ യങ് പീപ്പിൾ പ്ലാൻ ടു പുട്ട് ഔട്ട് എ റിസ്ക് പ്ലേ, ലവേഴ്സ് വാർസ്. ഈ എപ്പിസോഡ് ഒരു സിമ്പിൾ ഓഫ് മോറൽ ബൗണ്ടറി ബ്രേക്കിംഗ് ആൻഡ് ഫ്ലർട്ടേഷൻ, എസ്പെഷ്യലി ആസ് ഹെൻറി ആൻഡ് മരിയ ഗ്ലോ ക്ലോസർ. ഫാനി ഇതെല്ലാം ഡിസപ്രൂവ് ചെയ്യാണ് ഓഫ് ദ പ്ലേ ബട്ട് ഈസ് പ്രഷർ ടു പാർട്ടിസിപ്പേറ്റ്. സർ തോമസ് അൺഎക്സ്പെക്ടഡ്ലി റിട്ടേൺ ചെയ്യാണ് ആൻഡ് പുട്ട്സ് ആൻ എൻഡ് ടു ദ പ്രൊഡക്ഷൻ, ഡിസപ്പോയിന്റഡ് ഇൻ ദ ചിൽഡ്രൻസ് ബിഹേവിയർ. ഫാനി വിൻഡിക്കേറ്റ് ചെയ്യപ്പെടുകയാണ്. എൻഗേജ്മെന്റ്സ് ആൻഡ് മോറൽ ടെസ്റ്റ്. മരിയ ഹെൻറിയായിട്ട് അട്രാക്റ്റഡ് ആണ്, ബട്ട് പ്രൊസീഡ്സ് വിത്ത് ദ മാരേജ് ടു മിസ്റ്റർ റഷ്വർത്ത്, ഹോപ്പിംഗ് ഫോർ wealth and status. ഹെൻറി പെട്ടെന്ന് അനൗൺസ് ചെയ്യാണ് that he loves Fanny and wants to marry her. Everyone is shocked, especially Fanny, but she doesn't love him and suspects his sincerity. ബെട്രാംസിന്റെ പ്രഷർ കാരണം എക്സെപ്റ്റ് എഡ്മണ്ട്, ബാക്കി എല്ലാവരും ഫാനിയെ പ്രഷർ ചെയ്യാണ്. ഫാനി റെഫ്യൂസസ് ഹെൻറി. ദിസ് ആക്ട് ഓഫ് മോറൽ കറേജ് ഐസൊലേറ്റ്സ്. അവർ മോറലി കറേജിയസ് ആണെങ്കിലും ആ ഒരു ആക്ട് അവരെ ഐസൊലേറ്റ് ചെയ്യാണ്. അവരെ ഫാനി ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് ഷീ സെൻഡ് ബാക്ക് ടു ഹർ impoverished family in Portsmouth, where she realizes how coarse and chaotic her original home is in contrast to Mansfield. ഹെൻറി അവരെ ഫാനിയെ വിസിറ്റ് ചെയ്യാണ് and seems more earnest, but she still refuses. Scandal and resolution. ഹെൻറി മരിയയായിട്ട് ഒളിച്ചോടി പോവാണ്. now a married woman causing a major scandal. മരിയ ഓൾറെഡി മാരിഡ് ആണ്, but ഹെൻറി runs away with her. മേരി ക്രോസ്ഫോർഡ് ഈ ഒരു ഇൻസിഡന്റിനെ ഒളിപ്പിക്കാൻ നോക്കുകയാണ്. ഈവൻ ഇംപ്ലൈസ് ദാറ്റ് ഹെൻറി ഷുഡ് ഹാവ് ജസ്റ്റ് മാരിഡ് മരിയ ആഫ്റ്റർ ദ അഫെയർ. എഡ്മണ്ട് ഹാർട്ട് ബ്രോക്കൺ ആവുകയാണ് ബൈ മാരീസ് ലാക്ക് ഓഫ് മോറൽ ഇന്റഗ്രിറ്റി. ഫൈനലി സീസ് ദ ഹൂ ഷീ ഈസ്. ഈ ഒരു കേവസിനിടയ്ക്ക് ഫാനിയുടെ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ് മൊറാലിറ്റി ആർ റെക്കഗ്നൈസ്ഡ് ബൈ ഓൾ. എൻഡിങ് മരിയ ഡിസ്ഗ്രേസ് ചെയ്യപ്പെടുകയാണ് ആൻഡ് സെപ്പറേറ്റഡ് ഫ്രം ദ സൊസൈറ്റി. ജൂലിയ എലോപ്സ് വിത്ത് എ ഫ്രണ്ട് ഓഫ് ടോംസ്. ഹെൻറിയും മേരിയും സോഷ്യലി റൂയിൻഡ് ആവുകയാണ് ചെയ്യുന്നത്. എഡ്മണ്ട് disillusioned with Mary slowly realizes that Fanny is the woman he truly admires and loves. ഈ നോവൽ എൻഡ് ചെയ്യുന്ന with Edmund and Fanny's marriage and their moral values become the foundation of better future at Mansfield Park. ക്യാരക്ടേഴ്സിലേക്ക് പോവാം. ഫാനി പ്രൈസ് timid, modest and morally upright ആണ്.
She suffers in silence but remains steadfast. ഒരു moral anchor for others ആവുകയാണ്. She grows up into a moral anchor for others. Edmund Bertram, kind and thoughtful ആണ്, designed for the clergy. He is attracted to Mary and ultimately sees virtue in Fanny. Henry Crawford, flirtatious ആണ്, manipulative ആണ്, charming ആണ്, temporarily sincere towards Fanny but ultimately self-serving. ആയിട്ടുള്ള ഒരു attraction causes his downfall. മേരി ക്രോഫോർഡ് വിറ്റി, സ്റ്റൈലിഷ് ആൻഡ് മോറലി ambiguous ആണ്. എഡ്മണ്ടിനെ ആഗ്രഹിക്കുന്നുണ്ട് but can't accept his values. സെഡക്റ്റീവ്, ഫുൾ ഓഫ് വേൾഡ്നെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് മേരി ക്രോഫോർഡ്. സർ തോമസ് ബെട്രാം സ്റ്റേൺ പാട്രിയാർക്ക് ആണ്. ഇനിഷ്യലി ഓവർലുക്സ് ഹിസ് ചിൽഡ്രൻസ് മോറൽ എഡ്യൂക്കേഷൻ. വെൽത്തി ഫാമിലിയിൽ വളരുന്ന കുട്ടികളുടെ മോറൽ ആംബിഗ്യൂറ്റി എന്തുമാത്രമാണെന്നുള്ളത് അറിയാതെ പോകുന്ന ഒരു ഫാദറാണ് സർ തോമസ് ബെട്രാം. ലേൺസ് ടു ലേറ്റ് ടു വാല്യൂ ക്യാരക്ടേഴ്സ് ഓവർ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി അല്ല, അല്ലെ പ്രോപ്പർട്ടി അല്ല, ക്യാരക്ടറിനാണ്, ബിഹേവിയറിനാണ് ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കാൻ വളരെ ലേറ്റ് ആവുക. ലേഡി ബെട്രാം ലേസി, പാസീവ് ആണ്, ഇമോഷണലി ആബ്സെന്റ് ആണ്, ഡെലിഗേറ്റ്സ് parenting to others. മരിയ ബെട്രാം ബ്യൂട്ടിഫുൾ ആൻഡ് സെൽഫിഷ്, മാരീസ് ഫോർ സ്റ്റാറ്റസ്, ഹി ലവ്സ് ഫോർ പാഷൻ, എൻഡ്സ് ഇൻ ഡിസ്ഗ്രേസ്. അവരുടെ ആക്ഷൻസ് സ്റ്റാറ്റസിന് വേണ്ടി മാരി ചെയ്യുകയും ഹെൻറിയോട് ഇലോപ്പ് ചെയ്യുകയും ചെയ്യുന്നത് എൻഡ്സ് ഇൻ ഡിസ്ഗ്രേസ്. ടോം ബെട്രാം ഇന്റലിജന്റ് ആണ്, ഇറസ്പോൺസിബിൾ ഹെയർ ആണ്, നിയർലി ഡൈസ് ഫ്രം ഇൽനെസ്, പ്രോംപ്റ്റിംഗ് സം ഗ്രോത്ത്. മേജർ തീംസിലേക്ക് പോവാം. മൊറാലിറ്റി വേഴ്സസ് ചാം. ഫാനിയുടെ വെർച്യു ഈസ് കോൺട്രാസ്റ്റഡ് വിത്ത് ദ ചാം ആൻഡ് വിറ്റ് ഓഫ് ക്രോഫോർഡ്സ്, വേർഡ്ലി ബട്ട് മോറലി ലാക്സ്. പ്രോപ്പർട്ടി ഉണ്ട്, ഫിനാൻഷ്യലി ഭയങ്കര ഹൈ സ്റ്റാറ്റസ് ഉള്ളവരാണ്, ബട്ട് മോറലി വളരെ ലോ ആണ്. ക്ലാസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. ഈ നോവൽ എക്സാമിൻ ചെയ്യുന്നത് റിജിഡ് സ്ട്രക്ചർ ഓഫ് ക്ലാസ്. ഫാനി ദോ പോർ ഈസ് നോബിൾ ഇൻ ക്യാരക്ടർ. ഫിനാൻഷ്യലി വളരെ ലോ ആണെങ്കിൽ ഫാനി നോബിൾ ആണ്. വെൽതിയ ക്യാരക്ടേഴ്സ് ഓഫൻ ലാക്ക് ഇന്റഗ്രിറ്റി. റോൾ ഓഫ് വുമൻ. ജെയിൻ ഓസ്റ്റൻ ക്രിട്ടിസൈസ് ചെയ്യാണ് ലിമിറ്റഡ് ചോയ്സസ് ഫോർ വിമൻ ഇൻ മാരേജ് ആൻഡ് സോഷ്യൽ അഡ്വാൻസ്മെന്റ്. ഫാനി ചൂസ് ചെയ്യുന്നത് ഇന്റഗ്രിറ്റി ഓവർ കംഫർട്ട്. ഫാമിലി ഇൻ ഡ്യൂട്ടി. ഫാമിലി ഒബ്ലിഗേഷൻസ് ആൻഡ് പ്രോപ്പർ കണ്ടക്ട് ആർ സെൻട്രൽ. സർ തോമസിന്റെ ബിലേറ്റഡ് റിയലൈസേഷൻ ഓഫ് ഹിസ് പാരന്റൽ ഫെയിലിയേഴ്സ് സെർവ്സ് ആസ് എ മോറൽ റെക്കണിംഗ്. സർ തോമസ് ഒരു ഫാദർ എന്ന രീതിയിൽ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്, ആൻഡ് ഹി റിയലൈസസ് ദാറ്റ് ടു ലേറ്റ്. സോ ഇറ്റ് സെർവ്സ് ആസ് എ മോറൽ റെക്കണിംഗ്. Theatricals and pretending. Play episodes metaphorically represents how characters deceive others and themselves. എങ്ങനെയാണ് മറ്റുള്ളവരെയും അവരെ സ്വന്തമായിട്ടും ക്യാരക്ടേഴ്സ് ഡിസീവ് ചെയ്യുന്നതെന്ന് റെപ്രസെന്റ് ചെയ്യാണ്, മെറ്റഫറിക്കലി റെപ്രസെന്റ് ചെയ്യാണ് ഈ സ്റ്റോറി. താങ്ക് യു.